മാർപ്പാപ്പ എന്താ ധരിക്കുക? എല്ലാവരും പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയിലാണല്ലോ. ഈ ചർച്ചയ്ക്കിടയിൽ പലരും പ്രകടിപ്പിക്കാറുള്ള ഒരു സംശയമാണ്, മാർപ്പാപ്പ എന്താണ് ധരിക്കുക, അല്ലെങ്കിൽ മാർപ്പാപ്പ എന്താവാം ധരിച്ചത്? വസ്ത്രത്തെക്കുറിച്ചാണ്. മാർപ്പാപ്പ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആ ഒരു സമയം പാപ്പ ധരിക്കുന്ന വസ്ത്രത്തെ മാത്രം ചുറ്റിപ്പറ്റിയുള്ളതല്ല ഈ ചോദ്യം. നമ്മൾ മാർപ്പാപ്പയെ കാണുമ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി തട്ടായി ഏതാണ്ടൊക്കെ ഒരു വസ്ത്രങ്ങൾ, നമുക്കറിയാത്തതും പേരറിയാത്തതുമായ കുറേ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വിഭൂഷിതനായി വരുന്നത് കണ്ടിട്ടില്ലേ? ആദ്യമായി ജനങ്ങളെ അഭിവാദനം ചെയ്യാൻ വരുന്ന വേളയിൽ പാപ്പ ധരിക്കുന്നത് ഒരു വെളുത്ത വസ്ത്രമാണ്. റനിയേറോ മൻസിനെല്ലി എന്ന തയ്യൽക്കാരനാണ് ഇക്കുറിയും അത് സമ്മാനമായി നൽകിയത്. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ഉയർന്നു കേൾക്കുന്ന സംശയം ഇതാണ്, ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ സ്ഥാനമായ മാർപ്പാപ്പ സ്ഥാനത്തുള്ള വ്യക്തി ധരിക്കുന്ന വസ്ത്രങ്ങൾ അത് ഏതൊക്കെയാണ്? എത്ര എണ്ണമുണ്ട്? നമുക്കറിയാം, പേപ്പൽ ഡ്രസ്സുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. മറ്റൊരു പേര് ഹൗസ് ഡ്രസ്സസ് എന്നാണ്. കൂടാതെ മാർപ്പാപ്പ അണിയുന്ന മോതിരം, ഷൂസ് തുടങ്ങി മറ്റനേകം കാര്യങ്ങളുമുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചിലത് നമുക്ക് ചർച്ച ചെയ്യാം. വൈറ്റ് ക്യാസക് നമുക്കറിയാം മാർപ്പാപ്പയെ ധരിപ്പിക്കുന്ന ആദ്യത്തെ വസ്ത്രമാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതണിഞ്ഞുകൊണ്ടാണ് പാപ്പ ജനങ്ങളെ ആദ്യമായി അഭിവാദനം ചെയ്യുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ വസ്ത്രം ധരിച്ചാണ് പാപ്പയെ ലോകം ആദ്യമായി കാണുക. ലിയോ 14 പാപ്പ ജനങ്ങളെ അഭിവാദനം ചെയ്തപ്പോൾ വൈറ്റ് ക്യാസക്കിന് പുറമെ കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം ധരിച്ചിരുന്നു. റെഡ് മൊസീറ്റ, വൈറ്റ് സ്കൾ കാപ്പ്, ഗോൾഡ് ക്രോസ് നെക്ലേസ്, ഫിഷർമാൻസ് റിംഗ്, മുക്കുവൻ്റെ മോതിരം തുടങ്ങിയവ ധരിച്ചിരുന്നു. ക്യാസക്കിന് എന്തുകൊണ്ടാണ് വെളുത്ത നിറം തിരഞ്ഞെടുത്തതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ. പരമ്പരാഗതമായി വെളുത്ത നിറം എന്നാൽ നമുക്കറിയാം സ്നാനത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ മാമോദീസ വേളയിൽ വെളുത്ത വസ്ത്രം അണിയുന്നത്. അതൊരു പുതിയ തുടക്കമാണ്, പുതിയൊരു ജീവിതത്തിലേക്കുള്ള വിളിയാണ്. ഈ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധിയുടെ പ്രതീകമായാണ് ഈ വൈറ്റ് ക്യാസക് അണിഞ്ഞുകൊണ്ട് പാപ്പ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. മാർപ്പാപ്പയാകുക എന്നാൽ അതൊരു ആത്മീയ വിളി കൂടിയാണല്ലോ. രണ്ടാമത്തേത് മാൻറ്റം. പരമ്പരാഗതമായി പോപ്പ് ധരിക്കുന്ന ഒരു നീണ്ട കാപ്പയാണ് മാൻറ്റം. ഇത് പാപ്പയുടെ അധികാരത്തെ സൂചിപ്പിക്കുന്നു. പലപ്പോഴും ആഘോഷപൂർവമായ ആരാധനാക്രമങ്ങളിലാണ് ഇത് ഉപയോഗിക്കാറ്. വിശുദ്ധ കുർബാന, കോർപ്പസ് ക്രിസ്റ്റി പ്രൊസഷൻസ്, പുതിയ കൺസിസ്റ്ററികൾ തുടങ്ങിയ പരിപാടികളിൽ ധരിക്കുന്ന ഒരു വലിയ വസ്ത്രമാണിത്. സാധാരണയായി ചുവപ്പോ വെള്ളയോ നിറമായിരിക്കും ഈ വസ്ത്രത്തിനുണ്ടാവുക. അതുപോലെ മാർപ്പാപ്പയുടെ അധികാരത്തിൻ്റെ ഒരു പ്രധാന പ്രതീകവുമാണ് മാൻറ്റം. വത്തിക്കാനിലെ പരിഷ്കാരങ്ങളെ തുടർന്ന് പോൾ 6 മാർപ്പാപ്പയുടെ കാലത്ത് ഈ വസ്ത്രത്തിൻ്റെ ഉപയോഗം അവസാനിച്ചു. എന്നാൽ ബെനഡിക്റ്റ് 16 പാപ്പയുടെ കാലത്ത് വീണ്ടും ഈ വസ്ത്രം പുനഃസ്ഥാപിക്കുകയുണ്ടായി. അതായത് ബെനഡിക്റ്റ് 16 പാപ്പ പുനഃസ്ഥാപിച്ച പരമ്പരാഗത പേപ്പൽ വസ്ത്രങ്ങളിൽ ആദ്യത്തേതാണിത്, മാൻറ്റം. അടുത്തത് കപ്പേളോ റൊമാനോ, സാറ്റണോ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പേര് കേട്ട് ആശ്ചര്യപ്പെടേണ്ട, ഇതൊരു തൊപ്പിയാണ്. കത്തോലിക്ക പുരോഹിതന്മാർ പ്രത്യേകിച്ച് ആരാധനാക്രമ ചടങ്ങുകൾക്ക് പുറത്ത് ധരിക്കുന്ന ഒരു പരമ്പരാഗത ക്ലറിക്കൽ തൊപ്പിയാണ്. പോപ്പ് ധരിക്കുന്ന കപ്പേളോ റൊമാനോ സാധാരണ ചുവപ്പ് നിറത്തിലുള്ളതാണ്. അതേസമയം മറ്റു പുരോഹിതന്മാർ കറുത്ത നിറത്തിലുള്ളവയാണ് ധരിക്കുന്നത്. ബീവർ രോമങ്ങൾ, ഫെൽറ്റ് അല്ലെങ്കിൽ വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചതും വെളുത്ത സിൽക്ക് കൊണ്ട് നിരത്തിയതുമായ ഒരു പ്രായോഗിക തൊപ്പിയാണിത്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് വട്ടത്തിലാണ്. അടുത്തത് ക്യാമറോ എന്ന് പറഞ്ഞാലും ഒരു തൊപ്പി തന്നെയാണ്. ചുവപ്പ് നിറത്തിലുള്ള തൊപ്പി, വെളുത്ത എർമിൻ രോമങ്ങൾ കൊണ്ട് ട്രിം ചെയ്ത ചുവന്ന വെൽവെറ്റ് അല്ലെങ്കിൽ കമ്പിളി തൊപ്പിയാണ് ക്യാമറോ. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ബെനഡിക്റ്റ് 16 പാപ്പയുടെ തലയിൽ കാണുന്നത് ക്യാമറോയാണ്. അടുത്തത് പേപ്പൽ സ്ലിപ്പേഴ്സ്. പോപ്പ് ധരിച്ചിരുന്ന ഒരു ചരിത്ര വസ്ത്രമാണിത്. ബിഷപ്പുമാർ ധരിക്കുന്ന എപ്പിസ്കോപ്പൽ ചെരുപ്പുകളുടെ ഒരു രൂപമായിരുന്നു പേപ്പൽ സ്ലിപ്പറുകൾ. എന്നിരുന്നാലും അപൂർവമായി മാത്രം കാണുന്ന എപ്പിസ്കോപ്പൽ ചെരുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ആരാധനാക്രമത്തിൻ്റെ ക്രമനിറത്തിനനുസരിച്ച് മാറുന്ന പേപ്പൽ സ്ലിപ്പറുകളുടെ നിറം എല്ലായ്പ്പോഴും ചുവപ്പായിരുന്നു. അടുത്തത് ഫാനോൻ എന്നത് പോപ്പ് മാത്രം ധരിക്കുന്ന ഒരു വസ്ത്രമാണ്. സാധാരണയായി സ്വർണ്ണ വരകളുള്ള വെളുത്ത പട്ടുകൊണ്ട് നിർമ്മിച്ച ഇത് ചസ്പലിന് മുകളിൽ ധരിക്കുന്നു. പൊന്തിഫിക്കൽ കുർബാനകളിൽ ഫാനോൻ ധരിക്കുന്നു. ചുരുക്കത്തിൽ ഏറ്റവും പുറമേ ധരിക്കുന്ന വസ്ത്രമായ ചസ്ബലിന് മുകളിലാണ് ഇത് ധരിക്കുന്നത്. അടുത്തത് പാലിയം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇവിടെ പാലിയം എന്നാൽ പോപ്പും ആർച്ച് ബിഷപ്പുമാരും ധരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് പാലിയം. മാർപ്പാപ്പമാരുടെ അധികാരത്തിൻ്റെ പ്രതീകമാണിത്. കുരിശുകളുള്ളതും തോളിൽ തൂങ്ങിക്കിടക്കുന്നതുമായ ഒരു വെളുത്ത കമ്പിളി ബാൻഡാണിത്. സാധാരണയായി പോപ്പ് ആർച്ച് ബിഷപ്പുമാർക്ക് ഇത് സമ്മാനിക്കാറുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പാലിയം എന്നാൽ അധികാരം അല്ലെങ്കിൽ മാർപ്പാപ്പയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയവ വിളിച്ചോതാൻ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ്. അതായത് പാലിയം എന്നാൽ ഒരു ഗിഫ്റ്റാണ്, മാർപ്പാപ്പ നൽകുന്ന ഗിഫ്റ്റ്. അടുത്തത് സെഡിയ ജസ്റ്ററ്റോറിയ. പേര് കേട്ടാലും ഞെട്ടണ്ട, പാപ്പയെ വഹിച്ചുകൊണ്ട് പോകാൻ ഉപയോഗിക്കുന്ന കസേരയാണിത്, സെഡിയ ജസ്റ്ററ്റോറിയ. ചുവന്ന യൂണിഫോമിൽ 12 കാൽനടക്കാർ വഹിക്കുന്ന സമൃദ്ധമായി അലങ്കരിച്ച പട്ടുനൂലിൽ പൊതിഞ്ഞ ഒരു ചാരു കസേരയാണിത്. പള്ളികളിൽ നിന്നും
ഹാളുകളിൽ നിന്നും പോപ്പിൻ്റെ ഗംഭീരപൂർവമായ പ്രവേശനത്തിനും പുറപ്പെടലിനു മുമ്പ് സെഡിയ ജസ്റ്ററ്റോറിയ ഉപയോഗിച്ചിരുന്നെങ്കിലും 1978 മുതൽ പുറത്തെ ക്രമീകരണങ്ങളിൽ പോപ്പ് മൊബൈലാണ് ഇതിന് പകരം ഉപയോഗിക്കുന്നത്. സെഡിയ ജസ്റ്ററ്റോറിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഇറ്റാലിയൻ ഭാഷയിൽ ചുമക്കാനുള്ള കസേര എന്നാണ്. അടുത്തത് പേപ്പൽ ക്രോസ്. പോപ്പ് ധരിക്കുന്ന പെക്ടറൽ കുരിശാണ് പേപ്പൽ കുരിശ്. കത്തോലിക്ക സഭയിലെ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും ഒരു പ്രധാന പ്രതീകം കൂടിയാണ് പേപ്പൽ ക്രോസ്. പേപ്പൽ ക്രോസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, മാർപ്പാപ്പമാർക്കിടയിൽ പേപ്പൽ ക്രോസുകൾ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന്. തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഫ്രാൻസിസ് പാപ്പയുടെ പേപ്പൽ ക്രോസ് പഠിച്ചാൽ നമ്മൾ കാണുന്നത് പാപ്പ ധരിച്ചിരുന്ന കുരിശിൻ്റെ വിശദാംശങ്ങൾ ലൂക്കാ സുവിശേഷത്തിൽ വേരുന്നതാണ്. അതായത് നല്ല ഇടയൻ്റെയും നഷ്ടപ്പെട്ട ആടിൻ്റെയും ഉപമ. ലൂക്കാ 15-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങളിൽ 100 ആടുകൾ ഉണ്ടായിരിക്കുകയും അവയിൽ ഒന്ന് നഷ്ടപ്പെടുകയും ചെയ്താൽ 99നെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുന്നതുവരെ പിന്തുടരാതിരിക്കുമോ? മധ്യത്തിൽ നല്ല ഇടയനായ യേശുവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മനുഷ്യൻ്റെ രൂപമുണ്ട്. അവൻ തൻ്റെ ആടുകൾ ഒന്നിനെ കണ്ടെത്തി അതിനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ മറ്റേ ആടുകൾ അടുത്ത് പിന്തുടരുന്നു. കുരിശിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്ന പ്രാവ് പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രനായ ദൈവത്തിലേക്ക് ഇറങ്ങി വരുന്നു. വഴിതെറ്റിയവരെയും ഇരുട്ടിലും കഴിയുന്നവരെയും സഹായിക്കുകയും അവർക്ക് പുതിയ ജീവൻ നൽകുകയും ചെയ്യുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ സഭായുഗത്തിൻ്റെ പ്രതീകമായിട്ടാണ് രേഖീയ ശൈലി ഉദ്ദേശിക്കുന്നത്. ദരിദ്രർക്കിടയിൽ ഒരു ദരിദ്ര സഭ. പോപ്പ് ഫ്രാൻസിസ് യഥാർത്ഥത്തിൽ അദ്ദേഹം ധരിച്ചിരുന്ന പേപ്പൽ പെക്ടറൽ കുരിശ് സ്റ്റെർലിംഗ് വെള്ളിയാണ്. ഏകദേശം 80 ഗ്രാമോളം ഭാരം അതിനുണ്ട്. ഇനി ലേയോ 14 മാർപ്പാപ്പയുടെ പേപ്പൽ കുരിശെടുക്കാം. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം വ്യാഴാഴ്ച രാത്രി ലേയോ 14 മാർപ്പാപ്പ അണിഞ്ഞ മാലയിലെ കുരിശ് അഗസ്റ്റീനിയൻ തിരുശേഷിപ്പുകളുള്ളതായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം ഒരു അഗസ്റ്റീനിയൻ സഭാംഗമാണ്. 2023 സെപ്റ്റംബർ 30 അദ്ദേഹം കർദിനാളായപ്പോൾ അഗസ്റ്റീനിയൻ സമൂഹത്തിൻ്റെ പോസ്റ്റ്ലേറ്റർ ജനറൽ ഫാദർ ജോസഫ് സിബ്രസ് ആണ് ജനറൽ ക്യൂരിയയുടെ സമ്മാനമായി ഈ കുരിശ് അദ്ദേഹത്തിന് സമ്മാനിച്ചത്. കുരിശിനുള്ളിൽ സന്യാസ സമൂഹ സ്ഥാപകനായ വിശുദ്ധ അഗസ്റ്റിൻ്റെയും അദ്ദേഹത്തിൻ്റെ അമ്മയായ വിശുദ്ധ മോനിക്കയുടെയും അഗസ്റ്റീനിയൻ സമൂഹവുമായി ബന്ധപ്പെട്ട മറ്റു വിശുദ്ധരുടെയും തിരുശേഷിപ്പുകളുണ്ട്. കോൺക്ലേവിൻ്റെ 4ാം റൗണ്ട് വോട്ടെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം കണ്ണീർ മുറിയിലേക്ക് പോയ മാർപ്പാപ്പ തനിക്ക് സമ്മാനമായി ലഭിച്ച ഈ കുരിശ് വീണ്ടും ധരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് സമ്മാനമായി നൽകിയ ഫാദർ ജോസഫ് സിബ്രസ് ആണ് ഇതേക്കുറിച്ച് പങ്കുവച്ചത്. അതുപോലെ ചരിത്രപരമായ ഈ തെരഞ്ഞെടുപ്പിന് 2 ദിവസത്തിന് ശേഷം കഴിഞ്ഞ ശനിയാഴ്ച ലേയോ 14 പാപ്പയുടെ ഔദ്യോഗിക ചിത്രവും ഒപ്പും വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു. 69 വയസ്സുള്ള പാപ്പ ചുവന്ന കാപ്പയും എംബ്രോയിഡറി ചെയ്ത ഊറാറ, സ്വർണ്ണ പെക്ടറൽ കുരിശ് എന്നിവ ധരിച്ചു നിൽക്കുന്ന ചിത്രമാണ് വത്തിക്കാൻ പുറത്തുവിട്ടത്. ബെനഡിക്ട് 16 പാപ്പ പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ വത്തിക്കാൻ ബാൽക്കണിയിലേക്ക് എത്തിയപ്പോഴുള്ള വസ്ത്രത്തിന് സമാനമാണ് ലേയോ 14 പാപ്പയുടെ ഈ ഔദ്യോഗിക ചിത്രത്തിലെ വേഷവും. ഇതാണ് മാർപ്പാപ്പയുടെ പേപ്പൽ ഡ്രസ്സുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ ഇടയനായി ലേയോ 14 മാർപ്പാപ്പയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി.